നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം മാത്രമാണ് ഞങ്ങൾക്കിതിന് പ്രചോദനമായി മുന്നോട്ട് വരുന്നത്. ഈ പരിപാടിക്ക് സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായ കർത്തവ്യം. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ഞങ്ങളുടെ ഒരു ടീം രക്ഷാധികാരി എന്ന് പറഞ്ഞ് ഞങ്ങളോടൊപ്പം സ്വന്തം സഹചാരിയായി നിൽക്കുന്ന ശ്രീ സതീശൻ കായ്ക്കർ അവരുകളാണ്. അദ്ദേഹത്തെ ഞാൻ ഈ അമ്പലത്തിൽ ക്ഷേത്ര കമ്മിറ്റിക്കും കോൽക്കളി ടീമിന് വേണ്ടി ആദ്യമായി യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നത് രവി മനോരഞ്ജൻ എന്ന് പറയുന്ന ആളാണ്. എനിക്ക് നേരിട്ട് പരിചയമില്ലെങ്കിലും സതീശേട്ടൻ ഞാൻ പറഞ്ഞു, രവിയേട്ടൻ എല്ലാ കലാരംഗത്തും പൊതുപ്രരംഗത്തും സജീവ. ക്ഷേത്ര കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ നാരായണ നായർ അവരുകളാണ്. അദ്ദേഹത്തെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ആശംസകൾ സംസാരിക്കുന്നത് വേദിയുടെ പ്രസിഡന്റ് ശ്രീ മനോജ് VP അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ പൊതുപ്രവർത്തനത്തിൽ ക്ഷേത്ര കലകളോടൊപ്പം തന്നെ എല്ലാ കലാരംഗത്തും പ്രവർത്തിക്കുന്ന ശ്രീ NS നിജി അവരുടെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഞങ്ങളുടെ ആശാന്മാരായ ശ്രീ ദാമോദരൻ നടുവിലക്കള്ളി, അതേപോലെ തന്നെ ബാലചന്ദ്രൻ മാഷ് ഇവരെയും, കൂടാതെ ഞങ്ങളെ രംഗത്ത് പ്രവർത്തിക്കുന്ന 2-3 വ്യക്തികൾ ഉണ്ട്, അവരെ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഈ പരിപാടി വീക്ഷിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ നാട്ടുകാരെയും ഈ യോഗത്തിലേക്ക് ഹർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ ഞങ്ങളുടെ സെക്രട്ടറിയും പ്രസിഡന്റും എല്ലാമായിട്ടുള്ള ഹിന്ദു, മിനി, അനിത എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് യോഗ നടപടികൾ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ശ്രീ സതീശൻ കായ്ക്കർ അവരെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഞാൻ സാമുഖമായിട്ട് പറഞ്ഞതുപോലെ വളരെ നമ്മുടെ പ്രദേശത്തിന് ഈ ഒരു കലാരൂപം എടുത്ത് ഫോളോ ചെയ്യുന്നൊരു ഉദ്ദേശം മനസ്സിൽ കണ്ടുകൊണ്ട് എന്നോടൊപ്പം വളരെ സജീവമായിട്ട് മനസ്സാ ഉൾക്കൊണ്ടുകൊണ്ട് ഈ കോഴിക്കൽ അഭ്യസിച്ചു വരുന്ന എൻ്റെ സഹോദരന്മാരെ ഞാൻ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഏതായാലും ഈ പരിപാടി എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊറുക്കണം. ഇവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും അനുഗ്രഹങ്ങളും കുറിച്ച് ഇവർ നല്ലൊരു ടീമാക്കിയിട്ട് നമ്മുടെ ഈ പ്രദേശത്ത് വളർന്നു വരാനുള്ളൊരു അവസരം ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യാൻ ആദരണീയനായ മനോരഞ്ജൻ വട്ടൂർ പ്രസാദിന്റെ കലാപരിപാടി കാണാത്ത ആളുകൾ നമ്മളെ വളരെ കുറച്ചായിട്ട് തോന്നി. ഈ വന്ന ആളുകൾ 99% മനോരഞ്ജന്റെ പരിപാടി കണ്ടിട്ടുണ്ടാവും. മനോരഞ്ജൻ ആർട്ടിന്റെ മെയിൻ കലാകാരൻ എന്ന് കരുതി ഞങ്ങളൊക്കെ വിളിക്കുന്ന രഞ്ജൻ രവി എന്നറിയപ്പെടുന്ന രവിയേട്ടനെ ആദരപൂർവ്വം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടത് എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ഏതായാലും നീണ്ട 50 വർഷമായി തുടരുന്ന എൻ്റെ കലാസഭയിൽ ഏറ്റവും വലിയ ഒരു മുഹൂർത്തം എൻ്റെ ജീവിതത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ കോൽക്കളി എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത്.
കാരണം സതീശനത് പറഞ്ഞപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. ഏകദേശം 10-25,000 വേദികളിൽ അഭിനയിക്കാൻ സർവശക്തൻ അനുഗ്രഹിച്ച എന്നെ ഈ ആയോധന കല ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതിൽ ഞാൻ എൻ്റെ ഏറെ സന്തോഷത്തോടെ ഇത് എല്ലാ സംഘാടകർക്കും ആദ്യമേ നന്ദി രേഖപ്പെടുത്തുന്നു. കാലം വളരെ മോശമായ ഈ അവസ്ഥയിൽ ഇത്തരം കലാരൂപങ്ങളെല്ലാം, ഇത്തരം ആയോധന കലയും കളരിയും കോൽക്കളിയും എല്ലാം ഉണർത്തിക്കൊണ്ടുവരേണ്ട ഒരവസരമാണിത്. കാരണം നമ്മുടെ ചുറ്റുപാടുകൾ, യുവതലമുറ അത്രയ്ക്ക് നമ്മളൊന്നും മനസ്സിലാക്കാത്ത, അല്ലെങ്കിൽ നമ്മളൊന്നും കാണാത്ത ഒരു ലോകത്തിലാണ് ഇപ്പോൾ. നമ്മൾ ഓരോരുത്തരും വിചാരിക്കും ഈ കാണുന്ന സംഭവങ്ങളൊന്നും എൻ്റെ വീട്ടിൽ ഉണ്ടാവില്ല എന്ന് കരുതി ജീവിച്ചവരാണ് നമ്മൾ. പക്ഷെ നമ്മുടെയൊക്കെ ഓരോരുത്തരുടെയും വീടുകളിൽ ഇന്ന് ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ദുരനുഭവങ്ങൾ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മക്കൾ, ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും പുറത്തുപോയി ഇന്നവർ ഏതവസ്ഥയിൽ തിരിച്ചു വരും എന്ന് നമുക്കറിയില്ല. വളരെ നേരം, വളരെ വൈകി സ്വന്തം ആൺമക്കൾ തിരിച്ചു വരുമ്പോൾ സ്വന്തം അച്ഛനെയും അമ്മയും ഇപ്പോൾ കരുതുന്നത് എൻ്റെ മകൻ ഇന്ന് ഏതവസ്ഥയിലാണ് ഈ വീട്ടിലേക്ക് കടന്നു വരുന്നത്. അതിന് പല കാരണങ്ങളുണ്ടാവും. സ്വന്തം മക്കൾ, പെൺകുട്ടികൾ ഇപ്പം മാസ്കും ഹെൽമറ്റും കിട്ടിയതുകൂടി സ്വന്തം മുമ്പിലൂടെ കാമുകന്റെ പറകിൽ പോയാൽ പോലും നമുക്ക് മനസ്സിലാവുന്നില്ല. ഒരു ചെറിയ ഗ്യാപ്പ്. ഇപ്പം സതീശൻ എന്നെ വിളിച്ചപ്പോൾ ഞാനും സതീശനൊക്കെ ബാലയൻസഖ്യത്തിൽ കൂടെ വളർന്നവരാണ്. അന്ന് ബാലയൻസഖ്യവും ഇപ്പോൾ ബാലേന്ദ്രൻ്റെ ഈ കോൽക്കളി ആശാൻ ഞാനോട് ഇങ്ങനെ നടന്നു വരുമ്പോൾ പറഞ്ഞു, ആ ബാലയൻസഖ്യത്തിലൊക്കെ പോയ ഒരാൾ പോലും ഇതുപോലെ ചീത്ത സ്വഭാവത്തിലേക്ക് വരില്ല. ഞങ്ങളൊക്കെ വളർന്നത് അങ്ങനെയാണ്. അപ്പോൾ നമ്മൾക്കും രക്ഷിതാക്കൾക്കും എവിടെയൊക്കെയോ ചില പോരായ്മ പറ്റി നമ്മുടെ മക്കൾ പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവർ പഠിച്ച് ഉന്നതിയിലെത്തട്ടെ. എൻ്റെ കഷ്ടപ്പാടുകളൊന്നും എൻ്റെ മക്കളെ അറിയിക്കാതെ വളർത്തണമെന്നാണ് ഓരോ അച്ഛനും അമ്മയും കരുതിയത്. പക്ഷേ നമ്മളുടെ ആ ചിന്താഗതി അവരെ മറ്റൊരു തലത്തിലേക്ക് നീക്കി. മാലാദളശ്യാമളം കാഞ്ചീ കങ്കണഹാര കുണ്ടലതുലോം കോടി കിരീടാഞ്ചിതം ആദിവ്യാദിഹരം പരം ചരണയോരാപാദുകാനാനൃണാം ആസവ്യേ ഗുരുവായൂർ മന്ദിരരഥം തേജോ മനോ മോഹനം. ഗണവന്നാഥൻ താമരമയനൻ കൃഷ്ണൻ കാലിമേച്ചങ്ങഴ കൊടുവാഴും കാലം ഓലടി ക്രീഡയ്ക്കായി ബാലരോടേവമൂജേ Gopali
മന്ദാരം തുളസി ഗുരുവായൂരപ്പാനെ കാണികാണം ോ
മോദനോട് കുളവും വേണം ആനല തറ വേണം അടുത്തോളം വേണം ആനോട് അടുത്തതായി കോറത്ത് കണ്ടി കവിത കോറത്ത് കണ്ടി ശ്രീജ ചേലത്തൂർ പ്രീത കായകൽ അനിത കോയിലോത്ത് കണ്ടി ബിന്ദു കോരത്ത് കണ്ടി റെഡി മണ്ണാർ കണ്ടി അനിത നടുവിലക്കണ്ടി വസന്ത കോരത്ത് കണ്ടി അതേപോലെ ഇപ്പോൾ കളിച്ച 4ാം ക്ലാസ് വിദ്യാർത്ഥി സൂരജ് ഞങ്ങളോട് സഹകരിച്ച സൂരജിന് ഓണത്തിന്റെ വക ഉപഹാരം. അതേപോലെ തുടക്കം മുതൽ ഞങ്ങളോട് സഹകരിച്ച ജീജ, രത്നശ്രീ, സുഷമ, സതീശൻ, സുരേഷ്, വിജീഷ്, അടുത്തതായി നമ്മുടെ ആശാന്മാരായ ദാമോദരൻ നായർ നടുലക്കണ്ടി, ബാലചന്ദ്രൻ ശിവപുരം. അടുത്തതായി ശ്രീ തേജ് ചേലത്ത് കണ്ടി വക നമശിവായ തോൽക്കളി സംഘ ഒറ്റക്കണ്ടത്തിന് ഒരു ഉപഹാരം ലഭിച്ചിരിക്കുന്നു. ഉണർവ് സാംസ്കാരിക പ്രസിഡന്റ് മനോജ് ചേട്ടൻ നൽകുന്നതാണ്. അടുത്തതായി 12ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഒരു ഉപഹാരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി പ്രസിഡന്റിനെ ക്ഷണിക്കുന്നു. ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും പ്രത്യേകം നന്ദി.